ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ കമ്പനി മീറ്റിങ്ങിലെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കമ്പനി മീറ്റിങ്ങിൽ എന്തൊക്കെ വാലിഡ് ആയിട്ടുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആണ് ചെയർമാൻ. എന്താണ് ചെയർമാൻ എന്ന് പറയുകയാണെങ്കിൽ, ചെയർമാൻ ഈസ് ദ പേഴ്സൺ ഹൂ പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. ഹി ഓക്യുപ്പൈസ് the chair provided for the purpose. The appointment of chairman is usually regulated by the articles of associations. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ്സിൽ അതിൻ്റെ അധ്യക്ഷത വഹിക്കുകയും മീറ്റിങ്ങിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സുകളും കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് അവർക്ക് ആവശ്യത്തിനായിട്ട് പ്രൊവൈഡ് ചെയ്ത ചെയർ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ റെഗുലേഷൻസ് പ്രകാരമാണ്. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് ചെയർമാൻ. ഒരു ചെയർമാൻ്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇംപ്രസീവ് പേഴ്സണാലിറ്റി ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കോർട്ടേഷ്യസ്, ഗുഡ്, നാച്ചുറൽ ആൻഡ് ഇമ്പാർഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടേഷ്യസ് എന്ന് പറയുകയാണെങ്കിൽ മര്യാദയുള്ളതും അതുപോലെ നല്ല ഒരു സ്വഭാവവും അതുപോലെ തന്നെ ഇമ്പാർഷ്യലും ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കൂൾ ആൻഡ് പേഷ്യൻറ്റ് ആൻഡ് ടാക്ട്ഫുൾ എന്ന് ശാന്തവും ക്ഷമയും അതുപോലെ തന്നെ നയപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനുള്ള പറ്റുന്ന വ്യക്തിയായിരിക്കണം. നെക്സ്റ്റ്, ഫേം ഇൻ എൻഫോഴ്സിങ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന റൂൾസുകൾ, എല്ലാ തരത്തിലുള്ള റൂൾസുകളും അത് നടപ്പിലാക്കുന്നതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഒരു ചെയർമാൻ്റെ മെയിനായുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്ത് തീരുമാനങ്ങളാണെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് ആ ചെയർമാൻ അവിടെ ഉറച്ചു നിൽക്കണം. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻസ് എന്ന് വെച്ചാൽ കർശനമായിട്ടുള്ള ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണം. ഗുഡ് നോളജ് ഓഫ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് മീറ്റിംഗ് ഓഫ് ദ കമ്പനീസ്. കമ്പനികളുടെ മീറ്റിങ്ങുകളിൽ സംബന്ധിച്ച് എല്ലാ പ്രൊവിഷൻസുകളെ കുറിച്ച് നല്ല ഒരു നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ചെയർമാൻ എന്ന് വെച്ചാൽ ചെയർമാൻ്റെ എല്ലാ അതോറിറ്റീസുകളെയും അതുപോലെ തന്നെ പവേഴ്സുകളെയും കുറിച്ചുള്ള ഒരു നോളജസ് ഉണ്ടായിരിക്കണം. അടുത്തത്, പവേഴ്സ് ഓഫ് എ ചെയർമാൻ. എന്തൊക്കെ അധികാരങ്ങളാണ് ഒരു ചെയർമാൻ ഉള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പവർ ടു പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ്. പവർ ടു പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ മീറ്റിങ്ങിൽ അധ്യക്ഷനാകാനുള്ള അധികാരമുണ്ട്. രണ്ടാം, പവർ ടു ഡിസൈഡ് പ്രയോറിറ്റി ഓഫ് സ്പീക്കേഴ്സ്. സ്പീക്കറുകളുടെ പ്രയോറിറ്റി ഡിസിഷൻസ് എടുക്കാനുള്ള പവർ ആർക്കുണ്ട്? ചെയർമാനുണ്ട്. നെക്സ്റ്റ്, പവർ ടു സ്റ്റോപ്പ് ഡിസ്കഷൻ ഓൺ എ മാറ്റർ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ റീസണബിളി ഡിസ്കസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള എല്ലാ ചർച്ചയ്ക്ക് ശേഷം ഒരു ടോപ്പിക്കിൽ ഡിസിഷൻ നിർത്താനുള്ള ഒരു പവർ ചെയർമാനുണ്ട്. പവർ ടു പുട്ട് മോഷൻസ് ടു വോട്ട് ബൈ ഷോ ഓഫ് ഹാൻഡ് ഫസ്റ്റ് ആൻഡ് ഇഫ് പ്രോപ്പർലി ഡിമാൻഡഡ് ബൈ പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ ഓഫ് ഹാൻഡ്സ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടാൽ വോട്ട് ചെയ്യാനുള്ള മോഷൻസുകൾ സ്ഥാപിക്കാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? ഈ ചെയർമാനുണ്ട്. പവർ ടു ഗീവ് റൂളിംഗ് ഓൺ പോയിൻ്റ് ഓഫ് ഓർഡർ. പവർ ടു ഗീവ് റൂളിംഗ് ഓൺ പോയിൻ്റ് ഓഫ് ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ പോയിൻ്റ് ഓഫ് ഓർഡറിൻ്റെ വിധി പ്രകാരം അല്ലെങ്കിൽ വിധി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പവർ അതിനുണ്ട്. എന്ന് വെച്ചാൽ പോയിൻ്റ് ഓഫ് ഓർഡറിൻ്റെ വിധി പ്രകാരമുള്ള അല്ലെങ്കിൽ വിധി പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു പവർ ആർക്കുണ്ട്? ഈ പറയുന്ന ചെയർമാനുണ്ട്. നെക്സ്റ്റ്, പവർ ടു യൂസ് കാസ്റ്റിംഗ് വോട്ട് ഇൻ കേസ് ഓഫ് ഈക്വാലിറ്റി ഓഫ് വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വോട്ടുകളുടെ ഒരു ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാനുള്ള പവർ ഉണ്ട്. പവർ ടു എക്സ്പെൽ ഡിസോർഡർലി പേഴ്സൺ ആൻഡ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ഡിസിഷൻസ് അറ്റ് ദ മീറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്രമക്കേടുള്ളവരെ പുറത്താക്കാനും മീറ്റിങ്ങിൻ്റെ ക്രമവും അതുപോലെ തന്നെ അലങ്കാരവും നിലനിർത്താനും ഉള്ള പവറുണ്ട് ചെയർമാന്. നെക്സ്റ്റ്, പവർ ടു ഡിക്ലെയർ ദ റിസൾട്ട് ഓഫ് ദ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള പവറുണ്ട്. പവർ ടു അഡ്ജേൺ ദ മീറ്റിംഗ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസ് എന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മീറ്റിംഗ് മാറ്റിവെക്കാനുള്ള അധികാരവും ചെയർമാനുണ്ട്. പവർ ടു റിജക്ട് ദ ഡിസിഷൻസ് ഓഫ് ദ മീറ്റിംഗ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ബൈ എ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. ഭൂരിപക്ഷം മെമ്പേഴ്സിനും യോഗത്തിൽ എത്തിയാലും അതിൻ്റെ ഡിസിഷൻസുകളും കാര്യങ്ങളും നിരസിക്കാനുള്ള ഒരു പവർ ചെയർമാനുണ്ട് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ചെയർമാൻ. ഫസ്റ്റ് ടു സീ ദാറ്റ് ദ മീറ്റിംഗ്സ് ഈസ് ഡ്യൂലി കൺവീനിയൻറ്റ് ആൻഡ് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടീസ് ഓഫ് ചെയർമാൻ എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ മീറ്റിംഗ് കൃത്യമായിട്ട് വിളിച്ച് അത് ശരിയായിട്ട് ഫോം ചെയ്യേണ്ടത് ഒരു ചെയർമാൻ്റെ ഡ്യൂട്ടിയാണ്. ടു സീ ദാറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് മീറ്റിംഗ് ആർ റീഡ് കൺഫേംഡ് ആൻഡ് സൈൻഡ് ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ഒപ്പിടുകയും ചെയ്യുന്നത് ഒരു ചെയർമാൻ്റെ ഡ്യൂട്ടിയാണ്. ടു സീ ദാറ്റ് പ്രൊസീഡിംഗ് ഓഫ് ദ മീറ്റിംഗ്സ് ആർ കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് ദ ബിസിനസ് ഓഫ് ദ മീറ്റിംഗ് ഈസ് ഡിസ്കസ്ഡ് അക്കോർഡിംഗ് ടു ദ ഓർഡർ സെറ്റ് ഔട്ട് ഓഫ് ദ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിങ്ങിൻ്റെ എല്ലാ ഡിസിഷൻസുകൾക്കും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസൃതമായിട്ടാണ് നടക്കുന്നതെന്നും അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉത്തരവ് അനുസരിച്ച് മീറ്റിങ്ങിൻ്റെ ബിസിനസ് ഡിസിഷൻസ് എടുക്കണമെന്നും ആരുടെ ഡ്യൂട്ടിയാണ്? ചെയർമാൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ടു സീ ദാറ്റ് ദ മോഷൻസ് ആൻഡ് അമെൻമെൻറ്റ്സ് ആർ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ മീറ്റിംഗ്സ് ആൻഡ് ദേ ആർ പ്രോപ്പർലി മൂവ്ഡ് ആൻഡ് റെക്കോർഡഡ്. ഇവിടെ പറയുന്നത് മോഷൻസുകളും അതുപോലെ തന്നെ ഭേദഗതികളും മീറ്റിങ്ങിൻ്റെ പരിധിയിലാണെന്നും അവ ശരിയായിട്ട് നീക്കി റെക്കോർഡ് ചെയ്യാവുന്നുവെന്നും അതിനുള്ള ഡ്യൂട്ടീസൊക്കെ ഈ ചെയർമാനുണ്ട് എന്നാണ് പറയുന്നത്. ടു സീ ദാറ്റ് പ്രോപ്പർ ഓർഡർ ആൻഡ് ഡിക്കോറം ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ദ മീറ്റിംഗ്സ് എന്ന് വെച്ചാൽ മീറ്റിങ്ങിൽ ശരിയായ ഒരു ക്രമവും അതുപോലെ തന്നെ അലങ്കാരവും പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് ചെയർമാൻ്റെ ഡ്യൂട്ടിയാണ്, ചെക്ക് ചെയ്യുന്ന ചെയർമാൻ്റെ ഡ്യൂട്ടിയാണ്. ടു സീ ദാറ്റ് എ പോൾ ഈസ് കണ്ടക്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് ഡിമാൻഡഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. സ്പെസിഫൈഡ് ആയുള്ള മെമ്പേഴ്സുകളുടെ ഒരു എണ്ണം അത് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടത്താനും ഉള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? ചെയർമാനുണ്ട്. ടു സീ ദാറ്റ് ഓൾ മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ മൈനോറിറ്റി ഗെറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ദയർ വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ മെമ്പേഴ്സുകൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാനുള്ള ഡ്യൂട്ടിയും ചെയർമാനുണ്ട്. നെക്സ്റ്റ് ടു സീ ദാറ്റ് ദ പേഴ്സൺ അറ്റൻഡിങ് ദ മീറ്റിംഗ്സ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഡിസ്കസിങ് മാറ്റേഴ്സ് ഇൻ വിസ്പേഴ്സ് എമംഗ് ദംസെൽഫ് ആൻഡ് ഇൻ സ്മാൾ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ തർക്കത്തിലും അതുപോലെ ചെറിയ ഗ്രൂപ്പുകളിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ടു സീ ദാറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദ ബിസിനസ് കണ്ടക്റ്റഡ് അറ്റ് ദ മീറ്റിംഗ് ആർ കെപ്റ്റ് ആൻഡ് സൈൻഡ് ദം. ഇവിടെ മീറ്റിങ്ങിൽ നടത്തിയ ബിസിനസ്സിൻ്റെ മിനിറ്റ്സ് അദ്ദേഹം റെക്കോർഡാക്കി വെക്കുകയും സൈൻ ചെയ്യുകയും ചെയ്യേണ്ടത് ചെയർമാൻ്റെ ഡ്യൂട്ടിയാണ്. ടു സീ ദാറ്റ് ദ റൂളിംഗ് ഈസ് ഗിവൺ വെൻ എ പോയിന്റ് ഓഫ് ഓർഡർ ഈസ് റൈസ്ഡ് ഡ്യൂറിങ് ദ മീറ്റിംഗ്സ്. മീറ്റിങ്ങിനിടെ ഒരു ഉത്തരവ് ഉന്നയിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിധി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടു എക്സസൈസ് ഹിസ് കാസ്റ്റിംഗ് വോട്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനീസ്. കമ്പനിയുടെ മികച്ച ഇൻട്രസ്റ്റിനായിട്ട് തൻ്റെ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള റൈറ്റും ആർക്കുണ്ട്? അതിനുള്ള പവറും ഈ പറയുന്ന ചെയർമാനുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അജണ്ട. എന്താണ് അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജണ്ട മീൻസ് ദ പ്രോഗ്രാം ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് എ മീറ്റിംഗ്. ഇറ്റ് ഓൾസോ മീറ്റ് ദ ഐറ്റംസ് to be discussed or things to be done at the meeting. The agenda is generally prepared by the secretary of the company in consultation with the chairman of the company. അജണ്ട എന്നാൽ ഒരു മീറ്റിങ്ങിൽ ട്രാൻസാക്ഷൻസ് നടത്തേണ്ട ബിസിനസ്സിൻ്റെ പ്രോഗ്രാംസ് ആണ് അജണ്ട. ഇവിടെ ചർച്ച ചെയ്യേണ്ട ഇനമോ മീറ്റിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഇത് പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്പനിയുടെ ചെയർമാനുമായിട്ട് കൂടിയാലോചിച്ച് അജണ്ട പൊതുവെ കമ്പനി സെക്രട്ടറിയാണ് തയ്യാറാക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് റെസൊല്യൂഷൻ. നെക്സ്റ്റ് എസെൻഷ്യലാണ് റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 140 പ്രകാരം എ റെസൊല്യൂഷൻ is the formal decisions of a meeting on any proposal before it. Decisions of a companies are made by resolution of its members passed at a meeting of members. Motions which are duly proposed, seconded and passed become resolutions. റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ റെസൊല്യൂഷൻസിന് മുമ്പുള്ള ഒരു മീറ്റിങ്ങിൽ ഡിസിഷൻസ് ഔദ്യോഗികമായിട്ട് എടുക്കുകയും ഒരു കമ്പനിയുടെ
തീരുമാനങ്ങൾ എടുക്കുന്നത് ആ മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങുകളിൽ പാസ്സാക്കിയ സ്പെഷ്യൽ റെസൊല്യൂഷൻസുകൾ അനുസരിച്ചായിരിക്കും. ഇവിടെ കൃത്യമായിട്ട് സ്പെസിഫൈഡ് ചെയ്യപ്പെടുന്നതും അതുപോലെ രണ്ടാമത് പാസ്സാക്കിയതുമായിട്ടുള്ള ചില റെസൊല്യൂഷൻസുകൾ ഇവിടെ എന്താണ് ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, types of resolutions. There are the 3 types of resolutions: ordinary resolution, special resolution, resolution requiring the special notice. First one, ordinary resolution. Ordinary resolution എന്ന് പറയുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 114 സബ്സെക്ഷൻ 1 ആൻഡ് ഓർഡിനറി റെസൊല്യൂഷൻ ഈസ് എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് വോട്ട് കാസ്റ്റ് ബൈ മെമ്പേഴ്സ് personally or by proxy. A simple majority means the vote cast in favor of the proposal must exceed the vote cast against the proposal. Usually ordinary resolution is used to transact the ordinary business of the company. ഇവിടെ പറയുന്നത് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 140 സബ്സെക്ഷൻ 1 അനുസരിച്ച് മെമ്പേഴ്സ് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പ്രോക്സി മുഖേന രേഖപ്പെടുത്തിയ ഒരു സിമ്പിളായിട്ടുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ പാസ്സാക്കിയ ഒന്നാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് സാധാരണയായിട്ട് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി എന്നാൽ സ്പെസിഫൈഡിന് ആനുകൂല്യമായിട്ട് രേഖപ്പെടുത്തിയ ഒന്നാണ് ഈ പറയുന്ന ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓർഡിനറി റെസൊല്യൂഷൻസിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള സാധാരണയായിട്ടുള്ളൊരു പ്രീമിയം അല്ലെങ്കിൽ ഇവിടെ സാധാരണയായിട്ട് ബിസിനസ്സൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് എനി ഓർഡിനറി റെസൊല്യൂഷൻ ഈസ് നെസസറി ടു ട്രാൻസാക്ട് ദ ഫോളോ ദ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി ഒരു ഓർഡിനറി റെസൊല്യൂഷൻസ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഈ ഓർഡിനറി റെസൊല്യൂഷൻസിൻ്റെ ചില പ്രത്യേകതകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടു അപ്രൂവ് ദ ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്സും എന്താണ് അപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ്, ടു അപ്രൂവ് ദ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുക. ടു അപ്പോയിൻറ്റ് ആൻഡ് റിമൂവ് ദ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുക. അപ്പോയിൻറ്റ് റവന്യൂസ് ആൻഡ് ഫിക്സ് ദ റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. ഇവിടെ പറയുന്നത് എന്താണ്, ഓഡിറ്റർമാരുടെ റെമ്യൂണറേഷൻസ് അപ്പോയിൻറ്റ് ചെയ്യാനും അത് നീക്കം ചെയ്യാനും പരിഹരിക്കാനും ഒക്കെ ഇതിലൂടെ പറ്റും. അതുപോലെ തന്നെ ടു ഡിക്ലെയർ ദ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ടു ഇഷ്യൂ ദ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ഇൻക്രീസ് ദ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക, വർദ്ധിക്കുക. ടു സബ്ഡിവൈഡഡ് ഓർ കൺസോളിഡേറ്റ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്ന ഷെയറുകളുടെ എല്ലാ സബ്ഡിവൈഡ് ആൻഡ് കൺസോളിഡേഷൻസ് ഷെയറുകളുടെ കൺസോളിഡേഷൻ ഓഫ് ഷെയർസുകൾ സബ്ഡിവൈഡ് ചെയ്യുക. ടു ബോറോ മണി ഓവർ ആൻഡ് അബോവ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഇവിടെ പറയുന്നത് എമൗണ്ട് അടച്ച ക്യാപിറ്റലിനും അതുപോലെ തന്നെ കമ്പനിയുടെ സ്വതന്ത്രമായിട്ടുള്ളൊരു ഫിനാൻസിങ് അത് മുകളിലേക്കും റിസർവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു അപ്പോയിൻറ്റ് സോൾ സെല്ലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ സെല്ലിങ്സ് ഏജൻറ്റുമാരെ നിയമിക്കുന്നതിന്. ടു സെൽ വോൾ ഓർ പാർട്ട് ഓഫ് ദ കമ്പനി അണ്ടർടേക്കിംഗ് ഓർ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഏറ്റെടുക്കലിൻ്റെയോ ബിസിനസ്സിൻ്റെയോ മുഴുവൻ ഭാഗമോ വിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റെസൊല്യൂഷനാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 114 സബ്സെക്ഷൻ 2 എ റെസൊല്യൂഷൻ ഈസ് കാൾഡ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ വെൻ എക്സ്പ്രസ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ദ റെസൊല്യൂഷൻ ടു ബി മൂവ്ഡ് ടു എ സ്പെഷ്യൽ റെസൊല്യൂഷൻ വിച്ച് ഈസ് പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് 3/4 of the members voting by show of hands or electronically or on poll either in person or by proxy. The notice required under the Companies Act must have been duly given. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 114 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ
മൂവ് ചെയ്യേണ്ട റെസൊല്യൂഷൻസ് ഒരു പ്രത്യേക റെസൊല്യൂഷൻസ് ആണെന്ന് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക. നെക്സ്റ്റ്, മെമ്പേഴ്സുകളുടെ മൂന്നിലൊന്നിലാണ് ഭൂരിപക്ഷം അല്ലെങ്കിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ വോട്ടെടുപ്പിലൂടെ വ്യക്തിപരമായോ പ്രോക്സി വഴിയോ വോട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, മെമ്പേഴ്സിൻ്റെ മൂന്നിലൊന്നിലാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ട് അതിലെന്താണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ വോട്ടെടുപ്പിലൂടെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രോക്സി വഴിയോ ഇതൊക്കെ വോട്ട് ചെയ്യാവുന്നതാണ്. ദ നോട്ടീസ് റിക്വയർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് മസ്റ്റ് ഹാവ് ബീൻ ഡ്യൂലി ഗിവൺസ് എന്ന് വെച്ചാൽ കമ്പനികളുടെ നിയമപ്രകാരം ആവശ്യമായിട്ടുള്ള നോട്ടീസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. നെക്സ്റ്റ്, ദ ഫോളോയിങ് ബിസിനസ് ആർ ടു ബി ട്രാൻസാക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്പെഷ്യൽ റെസൊല്യൂഷൻസ്. ചില സ്പെഷ്യൽ കേസുകൾ ഇവിടെ പറയുന്നത്, ടു ചേഞ്ച് ദ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ നെയിം ചേഞ്ച് ചെയ്യുക. ടു ആൾട്ടർ ദ ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് ദ കമ്പനീസ്, കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റ് ക്ലോസിൽ ആൾട്രേഷൻസ് വരുത്തുക. ടു ചേഞ്ച് ദ ഡൊമിസൈൽ ഓഫ് ദ കമ്പനി ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് അനദർ സ്റ്റേറ്റ്സിലേക്ക് അവരുടെ ഡൊമിസൈൽ, കമ്പനിയുടെ ഡൊമിസൈൽ ആൾട്രേഷൻ ചെയ്യുക. ടു ആൾട്ടർ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്രേഷൻസ് കണ്ടക്ട് ചെയ്യുക. ടു ക്രിയേറ്റ് ദ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. നെക്സ്റ്റ് ടു റെഡ്യൂസ് ദ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുക. ടു പേ ഇൻട്രസ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, എത്രയാണോ ഒരു ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ള അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈപ്പാണ് റെസൊല്യൂഷൻ റിക്വയർഡ് ഇൻ ദി സ്പെഷ്യൽ നോട്ടീസ്. റെസൊല്യൂഷൻ റിക്വയറിംഗ് ദ സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ വെർ ബൈ എനി പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ട് ഓർ ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി ദ സ്പെഷ്യൽ നോട്ടീസ് ഈസ് റിക്വയർഡ് ഫോർ എനി റെസൊല്യൂഷൻ. നോട്ടീസ് ഓഫ് ദ ഇൻറ്റൻഷൻ ടു മൂവ് സച്ച് റെസൊല്യൂഷൻ ഷാൾ ബി ഗിവൺ ടു ദ കമ്പനി ബൈ സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 1% ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവേഴ്സ് ഓർ ഹോൾഡിംഗ് ഷെയർസ് on which such aggregate sum not exceeding 5 lakh rupees has been paid up, and the company shall give its members notice of the resolution in this manner prescribed. ഇവിടെ പറയുന്നത് കമ്പനീസ് ആക്റ്റിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസുകളാൽ ഏതെങ്കിലും റെസൊല്യൂഷൻസിന് പ്രത്യേകമായിട്ടൊരു നോട്ടീസ് ആവശ്യമാണ്. അത്തരം റെസൊല്യൂഷൻസുകൾ മൂവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൻ്റെ ഒരു നോട്ടീസ് 1% കുറയാത്ത മെമ്പേഴ്സുകളുടെ എണ്ണം കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുകയും മൊത്തം വോട്ടിംഗ് പവേഴ്സ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപയിൽ കൂടാത്ത ഒരു മൊത്തം തുക അടച്ച് അത് ഷെയർസുകൾക്ക് കൈവശമുള്ളതിനാൽ ഇവിടെ കമ്പനിക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു മെത്തേഡ്സിൽ ഈ പറയുന്ന റെസൊല്യൂഷൻസിനെ കുറിച്ച് കമ്പനീൻ്റെ മെമ്പേഴ്സിന് ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ റിക്വയറിംഗ് ദ സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയുന്നത്. ഇതാണ് കമ്പനിയുടെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസും കമ്പനിയുടെ റെസൊല്യൂഷൻസും ആണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻസ്, ദ ടേം മോഷൻ ക്യാൻ ബി defined as a definite proposal or proposition put before a meeting for consideration and decision. No decision on one important matter can be taken without a motion being put before the meeting. The person who put the motion is called the proposer. ഇവിടെ മോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊല്യൂഷൻ എന്ന ടേംസ് അല്ലെങ്കിൽ മോഷൻ എന്ന ടേം കൺസിഡർ ചെയ്യുകയും ഡിസിഷനുമായിട്ട് ഒരു മീറ്റിംഗ് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ മീറ്റിംഗ്സിന് മുന്നിൽ ഒരു റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഒരു സുപ്രധാനമായിട്ടുള്ള സബ്ജക്റ്റിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇവിടെ മോഷൻസ് പ്രൊവൈഡ് ചെയ്ത വ്യക്തിയെ പ്രപ്പോസർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇതിനാണ് മോഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിക്വസ്റ്റ് ഓഫ് എ വാലിഡ് മോഷൻ. ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ നോട്ടീസ്. ഇവിടെ പറയുന്നത് നോട്ടീസിൻ്റെ ഒരു
പരിധിയിലായിരിക്കണം ഈ പറയുന്ന മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ഫ്രെയിംഡ് ഓൺ എ പോസിറ്റീവ് ഫോം ആൻഡ് ഇറ്റ് ഷുഡ് കൊമേഴ്സ് വിത്ത് ദ വേർഡ് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പറയുന്ന മോഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ഫോമിലായിരിക്കണം, പോസിറ്റീവ് ഫോമിലായിരിക്കണം, അതുപോലെ റിട്ടേൺ ഫോമിലും ആയിരിക്കണം. ഒറ്റ വാക്കിലുള്ള ഒരു ഇതാണ് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൽ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ് നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ലാംഗ്വേജ് ഓഫ് ദ മോഷൻ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഫ്രീ ഫ്രം ആംബിഗ്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ്റെ ലാംഗ്വേജ് അതുപോലെ അത് വ്യക്തവും അല്ലെങ്കിൽ വ്യക്തതയില്ലാത്തതുമായിരിക്കണം. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി ഡ്രാഫ്റ്റഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് എ ഡെഫിനിറ്റ് ഡിസിഷൻ ക്യാൻ ബി അറൈവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻസിലെത്താൻ കഴിയുന്ന തരത്തിൽ ഇത് തയ്യാറാക്കണം. ഇറ്റ് മസ്റ്റ് ബി പ്രപ്പോസ്ഡ് ബൈ വൺ ആൻഡ് സെക്കൻഡ് ബൈ അനദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും അതിൻ്റെ എല്ലാ ഗൈഡ് ലൈൻസുകളും അതുപോലെ തന്നെ അതൊക്കെ പാലിക്കുകയും ചെയ്യണം. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി ഡ്യൂലി സൈൻഡ് ബൈ ദ പ്രപ്പോസൽ ഇതിൽ സൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് മോഷൻസ് അഥവാ അതുപോലെ തന്നെ റിക്വസിസ്റ്റ് ഓഫ് എ വാലിഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കമ്പനി മീറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഈ പറയുന്ന റെസൊല്യൂഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ്, ചെയർമാൻ്റെ പവർ, ക്വാളിറ്റീസ്, ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിങ്സ്, പിന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ റിക്വസിസ്റ്റ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതേന്ന് പഠിച്ചു വയ്ക്കുക എന്തായാലും, കാരണം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻസും ഓർഡിനറി റെസൊല്യൂഷൻസ് എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഡിഫറൻസ് ചോദിക്കാറുണ്ട് എക്സാംസിന്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ വിട്ടത് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ മെത്തേഡ് ഓഫ് വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് മെത്തേഡ്സ് ഓഫ് വോട്ടിങ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക നിങ്ങൾ, കാരണം ഇതുവരെയായിട്ട് എക്സാംസിൽ അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടവരാണെങ്കിൽ ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്, പിന്നെ ചെയർമാൻ്റെ പവർ, ഡ്യൂട്ടീസ്, ക്വാളിറ്റീസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഇന്നെടുത്തത്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഇതോടെ നമ്മുടെ ഈ ഒരു കമ്പനി മീറ്റിംഗ് എന്നൊരു ചാപ്റ്റർ കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനിയാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻസ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല പറയാനുള്ളത്, മെയിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് മാത്രം നോക്കി പോകേണ്ട, ഇമ്പോർട്ടൻറ്റിന് കുറച്ചും കൂടി ഒരു പ്രിഫറൻസ് കൊടുക്കുക. കൂടുതലായിട്ടും എല്ലാതും ജസ്റ്റ് വായിച്ചിട്ട് പോവാൻ വേണ്ടി നോക്കുക. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.